ഹലോ, ഇത് ഇറിഗേഷൻ കൺട്രോളറാണ്. അതായത് ഇറിഗേഷൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെറസ് കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗ്രോ ബാഗെല്ലാം കൃഷി ചെയ്യുമ്പോൾ അതിന് നമുക്ക് നനയ്ക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കൺട്രോൾ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന് ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. ഇതിനകത്ത് നമുക്കൊരു സോയിൽ മോയ്സ്ചർ സെൻസ് കണക്ട് ചെയ്യാം. അതായത് ഇതുപോലെ സോയിൽ മോയ്സ്ചർ ഉണ്ട്. ഇത് കൂടാതെ ഇതിനകത്തൊരു ഇതാണ് ഫേസ് വന്നേക്കുന്നത്. ഫേസും ന്യൂട്രൽ കോമൺ ആണ്. ഇത് കൂടാതെ 3 കണക്ഷൻ ഉണ്ട്. ഇത് നമുക്കൊരു ലൈറ്റ്, അതായത് നമ്മുടെ പോളിയോസോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്കൊരു ലൈറ്റ് ഓട്ടോമാറ്റിക് ഷെഡ്യൂൾ ചെയ്യാനൊരു ലൈറ്റ് ഉണ്ട്. ഇത് കൂടാതെ ഒരു ഹൈഡ്രോപോണിക്സ് സിസ്റ്റം, ചെറിയ രീതിയിൽ ഹൈഡ്രോപോണിക്സ് കൃഷി ചെയ്യുന്നതിനും നമുക്ക് ഇതിനകത്തൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ഇവിടെയാണ് നമ്മൾ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബൾബാണ് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ നമുക്ക് 4 നേരം ഷെഡ്യൂൾ ചെയ്യാം. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, ഉച്ച കഴിഞ്ഞ്, വൈകുന്നേരം, ഇങ്ങനെ 4 നേരത്തിൽ നമുക്ക് സമയം സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എത്ര നേരം അടിക്കണം, എത്ര നേരം വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ബൾബിൻ്റെ സ്ഥാനത്തിൽ മോട്ടറെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് നമ്മളിടുന്ന അതേ സമയത്ത് അത് മോട്ടർ പ്രവർത്തിച്ചോളും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാക്കാണെന്ന് വിചാരിക്കാം. ഫസ്റ്റിലത്തെ വരുന്നത് ഫേസാണ്. ഫേസ് കഴിഞ്ഞാൽ ന്യൂട്രൽ ഈ 3 എണ്ണത്തിനും കോമൺ ആണ്. അതായത് ഹൈഡ്രോപോണിക്സിനും ലൈറ്റിനും മോട്ടറിൻ്റെ കൂടെ ന്യൂട്രൽ കോമൺ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് നമുക്ക് പറയാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ കാണുമ്പോൾ നമുക്ക് നോർമൽ കാണുമ്പോൾ ഇതിൻ്റെ ക്ലോക്ക് ടൈമാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മെനുവിൽ കയറാൻ പറ്റും. മെനുവിൽ കയറി ഇപ്പോൾ ടൈം സെറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്ക് ഏതാണ് കറക്റ്റ് സമയം, ഇതിൻ്റെ സമയം ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കാണാം. ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഡേറ്റ്, മന്ത്, ഇയർ, അവർ, മിനിറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി നമുക്ക് ചെയ്തു പോകാം. അതെല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകൂടി കൂടി സെൻട്രൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് സേവ് മോഡിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ ടൈം എല്ലാം സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെനു വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3, സ്ലോട്ട് 4, ഈ ഓരോ സ്ലോട്ടിലും നമുക്ക് എൻ്റർ ചെയ്ത് ഓരോ സ്ലോട്ടിലും നമുക്ക് എപ്പോഴാണോ ഓൺ ആക്കേണ്ടത് സ്റ്റാർട്ടെന്ന് വെച്ച് പ്രസ് അതാ. ഇപ്പോൾ നമുക്ക് അറിയാം. ഇപ്പോൾ 4ാമത്തെ സ്ലോട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് എത്ര നേരം അടിക്കണം, ടൈം എപ്പോഴാണ് അടിക്കണമെന്ന് എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു സമയത്ത് എക്സാമ്പിളായിട്ട് എന്തെങ്കിലും ഒരു സമയത്ത് ഇത് എക്സാമ്പിളാണ്. അപ്പോൾ മതി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 3 മണി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 3 മണിയാകുമ്പോൾ നമുക്കൊരു ചെറിയ ടൈം എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ഇട്ടോ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. ആ 1 സെക്കൻഡ്, ഇപ്പോൾ 1 സെക്കൻഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്, 1 മിനിറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സ്ലോട്ടുകൾ നമുക്ക് ചെയ്യാം. അടുത്ത തന്നെ ഹൈഡ്രോപോണിക്സ് കൺട്രോളറാണ്. ഹൈഡ്രോപോണിക്സിൽ ഇതുപോലെയാണ്. നമുക്ക് ഒരു മോട്ടർ 10 സെക്കൻഡ് ഓൺ ആവുക, 10 സെക്കൻഡ് ഓഫ് ആവുക, അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അതും സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഡിവൈസ് കൺട്രോൾ. ഇതാണ് നമ്മുടെ ലൈറ്റ്. നമ്മുടെ പോളിയോസിലോ അല്ലെങ്കിൽ നമ്മുടെ പെരിപ്പറസിലോ ലൈറ്റ് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ തന്നെ തെളിയണം, ഒരു 10 മണിയാകുമ്പോൾ ഓഫ് ആവണം. ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇടാം. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ഇത് ഒത്തിരി ആളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ്. പിന്നെ ഇത് സോയിൽ സെൻസർ ഉണ്ട്. എന്തിനാണ് സോയിൽ മോയ്സ്ചർ സെൻസർ വെച്ചാൽ, ഇപ്പം നമുക്കൊരു 10-15 ഗ്രോ ബാഗുകളൊക്കെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗിൽ വെള്ളത്തിൻ്റെ അളവ് ആവശ്യം ഇപ്പോൾ നമ്മൾ 8 മണിക്ക്, ഇപ്പോൾ നമ്മൾ 3 മണിക്ക് ഇട്ടു, 3 മണിക്ക് ഓണാക്കാൻ പറഞ്ഞാലും നമ്മുടെ ഗ്രോ ബാഗിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടെങ്കിൽ അടിക്കില്ല. അപ്പോൾ അത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിൽ മോയ്സ്ചർ ഉപയോഗിക്കണം. ഈ സോയിൽ മോയ്സ്ചർ സെൻസർ നമ്മൾ ഏത് ചട്ടിയിലുള്ള മണ്ണിൽ ജസ്റ്റ് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. അവിടുത്തെ നമ്മുടെ ആവശ്യമുള്ള നനവുണ്ടെങ്കിൽ നനയ്ക്കില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെള്ളം ഭംഗിയായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഈ ചെറിയ ഉപകരണത്തിലുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ 3 മണിക്ക് അടിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ 5:2:59:56 ഇത് അടിക്കണം. മോട്ടറിന് വരെ നമ്മളൊരു ബൾബാണ് ഇട്ടിരിക്കുന്നത്. ഇതാ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഓണായി. ഇത് മോട്ടറാണെങ്കിൽ ഇപ്പോൾ നനയും. ഇപ്പോൾ നമ്മളതിനകത്ത് ഇട്ടിരിക്കുന്നത് 1 മിനിറ്റ് ഡ്യൂറേഷനാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണ്. കാരണം 1 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ആകാനായിട്ട് 1 മിനിറ്റ് ഷൂട്ട് ചെയ്ത് ഒത്തിരി ലോങ് വീഡിയോ ആയിട്ട് മാറും. ഓക്കെ, താങ്ക് യു.